റിയൽ പേഴ്സൺ, യഥാർത്ഥ വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ മരണമില്ല. മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തെ കല്ലറയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ, അവന് മരണമില്ല, അവൻ നിത്യമായിട്ട് ജീവിക്കും. അവന് ജീവിക്കുവാൻ രണ്ട് സ്ഥലങ്ങൾ, സ്വർഗം അല്ലെങ്കിൽ നരകം. ഈ നരകം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു സാങ്കല്പികമായിട്ടുള്ളൊരു കാര്യമല്ല. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. എന്നാൽ അതിനും ഇരട്ടി സമയം നരകത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിലും പറയുകയുണ്ടായി. ദൈവം നരകം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കാര്യമേ അല്ല. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി. ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവൻ്റെ സ്വന്തം തീരുമാനങ്ങളും സ്വന്തം ഇഷ്ടവുമാണ്, അല്ലാതെ ദൈവം ആരെയും തള്ളിവിടുന്നില്ല. നരകത്തിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തുവാൻ പിതാവായ ദൈവം ആദ്യം മുതലേ പല കാര്യങ്ങളും ചെയ്തു. തൻ്റെ ഏകജാതനായ പുത്രനെ വരെ യാഗമായിട്ട് നൽകി. യേശുക്രിസ്തു നമുക്കായി കാൽവരി ക്രൂശിൽ മരിച്ചു. എന്തിനാ? എന്നെയും നിങ്ങളെയും നരകത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഫ്രീ വില്ലുള്ളവരായിട്ടാണ്. അതായത് നമുക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട ജീവിതം നമുക്ക് നയിക്കാം. വേണമെങ്കിൽ നമുക്ക് നന്മ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ തിന്മ തിരഞ്ഞെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതിരിക്കാം. നമ്മൾ തള്ളുമ്പോഴും എതിർക്കുമ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് തൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്കായി നൽകിയത്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, നരകത്തിലെ വേദന അനുഭവിച്ചു. അതായത് നമ്മൾ കള്ളം പറഞ്ഞതിനുള്ള ശിക്ഷ, നമ്മൾ അസൂയപ്പെട്ടതിനും നമ്മൾ കാണിച്ച സ്വാർത്ഥതയ്ക്കുമുള്ള ശിക്ഷ, നമ്മൾ കാണിച്ച സകല വൃത്തികേടുകൾക്കുമുള്ള ശിക്ഷ കർത്താവായ യേശു തൻ്റെ ശരീരത്തിലേറ്റു. നമ്മുടെ സകല പാപങ്ങളും സകല ശാപങ്ങളും സകല ശിക്ഷാവിധിയും കർത്താവിൻ്റെ മേലായി. അപ്പോഴാണ് ആദ്യമായി പിതാവിനും പുത്രനും ഇടയിൽ ഒരു നിഴൽ വന്നത്. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിച്ചത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടത് എന്തുകൊണ്ട്? പിതാവ് മുഖം മറച്ചു കളഞ്ഞു ആ കാഴ്ച കാണാൻ കഴിയാതെ. അങ്ങനെ യേശുക്രിസ്തു നമ്മൾ അനുഭവിക്കേണ്ട നരകത്തെയും അതിൻ്റെ യാതനയെയും എന്നേക്കുമായിട്ട് എടുത്തു മാറ്റി. എന്നിട്ട് ദൈവം പറയുവാണ്, വരിക, കർത്താവിൻ്റെ മണവാട്ടിയായ സഭയെ വരിക. അങ്ങോട്ട് പോകാൻ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. നമ്മൾ കർത്താവിനെ സ്വീകരിക്കുക, കർത്താവിൽ വിശ്വസിക്കുക, നമ്മുടെ പൂർണ്ണമായ ആശ്രയവും നമ്മുടെ പൂർണ്ണ ധൈര്യവും ദൈവത്തിൽ വയ്ക്കുക. അപ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും, സ്വർഗരാജ്യം നമുക്ക് തരും. അതുകൊണ്ട് തീരുമാനം നിങ്ങളുടേതാണ്. ഇത് സൗജന്യമാണ്. ഗോഡ് ബ്ലെസ് യു.